വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടികയറി. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കൊടി കയറ്റുകയും ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനാവുകയും ചെയ്തു. എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. മാധ്യമം നമ്മെല്ലാവരെയും ഒരുപാട് അടുപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് നമ്മെ അകറ്റുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മുടെ സ്വകാര്യതയിൽ മാത്രമായിട്ട് കടന്നു ചെല്ലുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരിക്കുന്നു. വെർച്വൽ റിയാലിറ്റിയാണ് യാഥാർത്ഥ്യം എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ആരുടെയും ശ്രദ്ധ കിട്ടാതെ പോകുന്ന യുവജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഈ യുവജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന വലിയ ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ ഡോൺ ബോസ്കോ നൽകുന്നത്. ആരും നോക്കാത്ത, ആരും ശ്രദ്ധിക്കാത്ത യുവജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവരെ സ്വർഗീയമായ പാതയിലേക്ക് നയിച്ച വിശുദ്ധ ഡോൺ ബോസ്കോ മെത്രാനായതിനു ശേഷം ഇവിടെ എത്തിയ ബിഷപ്പിനെ ഇടവ വികാരിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു. കുറുമ്പത്തുരുത്ത് സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ഡൈസ് വലിയ വരത്തിങ്കൽ വചനപ്രഘോഷണം നടത്തി. സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധന്റെ തിരുനാൾ ആമുഖത്തിൽ പറഞ്ഞു, ആരെയും വേദനിപ്പിക്കരുത്, മാറ്റി നിർത്തരുത്. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഒന്ന്, നിഷ്കളങ്കമായ ജീവിതം. മറ്റൊന്ന്, നിഷ്കളങ്കമായ പ്രാർത്ഥന. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. നിഷ്കളങ്കമായ ജീവിതം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതിന്റെ പ്രായോഗിക നിരീക്ഷണത്തിന് എൻ്റെതായ ചിലൊരു വീക്ഷണങ്ങളുണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നു. നിഷ്കളങ്കമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അതിന്റെ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: ആരെയും പറ്റിക്കരുത്. പ്രിയമുള്ളവര്, ഇന്ന് രാവിലെ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ കാഴ്ച സമർപ്പണം നടത്തി. വിദ്യാഭ്യാസ സഹായ സ്കോളർഷിപ്പ് ഫണ്ട് ബിഷപ്പിന് കൈമാറുന്ന ചടങ്ങ് നടന്നു. വികാരി ഫാദർ ജോയി കല്ലറയ്ക്കൽ സംസാരിച്ചു. തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും തിരുനാളിന്റെ ആദ്യ ദിനത്തിന്റെ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമുക്കിങ്ങനെ ഒരു സ്വർഗീയ മധ്യസ്ഥന് ഇടവകയുടെ നാഥനായി നൽകിയത്. എനിക്ക് തോന്നുന്നു കോട്ടപ്പുറം രൂപതയിൽ വിശുദ്ധ ഡോൺ ബോസ്കോ പുണ്യവാളന്റെ നാമധേയത്തിലുള്ള മറ്റൊരു ദേവാലയം ഇല്ല. നമ്മുടെ രൂപതയിലെ യുവജനങ്ങളുടെ മധ്യസ്ഥനായ ഡോൺ ബോസ്കോയുടെ ഈ ദേവാലയത്തിൽ ഒരു അംഗമായി ജീവിക്കാൻ കഴിഞ്ഞതിന് നമുക്ക് എങ്ങനെ ഒരു സ്വർഗീയ മധ്യസ്ഥനെ ഇടവകയുടെ നാഥനായി നൽകിയത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ തിരുനാളിന്റെ ആദ്യ ദിനം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞ ഒരു പുണ്യദിനമാണ്. മനോഹരമായ ദീപങ്ങളും മനോഹരമായ അന്തരീക്ഷവും അനുകൂലമായ കാലാവസ്ഥയും ഒരുപാട് വിശ്വാസ സമൂഹം യുവജനങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ നല്ല ദിനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. വൈകിട്ട് 5-ന് ദിവ്യബലി, പട്ടണ പ്രദക്ഷിണം, തുടർന്ന് ശിങ്കാരിമേളം, വാനിൽ വർണ്ണമഴ. സഹവികാരി ഫാദർ നിഖിൽ മുട്ടിക്കൽ, കൺവീനർ റോമിൻ ഗിൽസ് കളത്തിൽ, കൈക്കാരന്മാരായ ടോമി വർഗീസ് കൂട്ടാട്ട്, PT സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി വരുന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.